നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 15 നാം നമ്മുടെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. നമുക്കറിയാവുന്നതുപോലെ 1947 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. അനേകം ധീരരായ പോരാളികളുടെ കഠിനമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അനേകർ കഠിനമായി ഉപദ്രവിക്കപ്പെട്ടു, അനേകർ ജയിലിൽ അടയ്ക്കപ്പെട്ടു, അനേകർ രക്തസാക്ഷികളായി. ബാപ്പുജി, നേതാജി, ചാച്ചാജി തുടങ്ങിയ ധീര നേതാക്കന്മാർ ഈ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചു. ഈ ധീരമായ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരെയും ജീവൻ ബലിയർപ്പിച്ചവരെയും സ്മരിക്കാനും ആദരിക്കാനുമാണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതിനായി പ്രയത്നിച്ച എല്ലാവരെയും ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം. നമ്മുടെ രാജ്യം ഇന്നും പലവിധമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കാൻ നമ്മൾ ഐക്യത്തോടെ പ്രയത്നിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയും സമ്പത്തും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ചന്ദ്രയാൻ, ആദിത്യ L1, മംഗൾയാൻ എല്ലാം ഇന്ത്യയുടെ മുതൽക്കൂട്ടാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ എല്ലാം ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.